ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. അത് കണ്ടതിന് ശേഷം ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം നമ്മൾ ആ ഫ്രണ്ട് പാർട്ടിന് കട്ട് ചെയ്തിരുന്ന പീസ് ഇതുപോലെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗവും ഇതുപോലെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ട് പീസും നമുക്ക് ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അകവും പുറവും ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫ്രണ്ടിലത്തെ രണ്ട് പീസും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതാണ്. താഴ്ഭാഗവും നമുക്കതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ രണ്ട് പീസും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ ആ ചരിച്ച് വെട്ടിയേക്കുന്ന ഭാഗവും താഴ്ഭാഗവുമാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് രണ്ട് പീസ് കൂടെ വെക്കുമ്പോൾ ഇതുപോലെയാണ് വരേണ്ടത്. നമുക്കിനി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്ക് പാർട്ടുമായിട്ട് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇതുപോലെ ബാക്ക് പീസ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് കറക്റ്റ് വെച്ച് കൊടുക്കുക. ഈ ഫ്രണ്ടിൽ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളിതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് രണ്ട് പീസും ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ട് പീസും ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നടുക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ബാക്ക് പാർട്ടിൻ്റെ മെയിൻ പാർട്ട് താഴ്ഭാഗത്തും പിന്നെ ലൈനിങ്ങും മുകളിലുമായിട്ട് വരാൻ പാകത്തിന് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ബാക്ക് ഇങ്ങനെ, ഫ്രണ്ട് ഇതുപോലെ വരും. ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇനി നമുക്ക് പിടിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി പിടിപ്പിക്കേണ്ടത് ഫ്രണ്ടിൽ ഒരു പോർഷനും കൂടി ഉണ്ട്. അതാണ് നമുക്ക് പിടിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. നമുക്ക് ആ ഫ്രണ്ട് പീസിൻ്റെ സെപ്പറേറ്റ് വേറൊരു ഫ്രണ്ട് പാർട്ട് കൂടെ ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ ലൈനിങ്ങുമായിട്ട് അതൊന്ന് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് അടിച്ച് മറിച്ചെടുക്കാം. നല്ല വശം ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ച് മുകൾ ഭാഗം നമുക്കിതുപോലെ അടിച്ച് മറിച്ചെടുക്കണം. ഇതിൽ നെക്കൊന്നുമില്ല, നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇച്ചിരി ഇറക്കിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് ഇറക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് നമ്മളിതുപോലെ അടിച്ച് മറിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്കിത് ഫുള്ള് അടിച്ച് മറിച്ചെടുക്കാം. ഇത് ഫ്രണ്ട് നെക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് മറിച്ചെടുത്തിട്ട് വേണം നമുക്ക് മറ്റേ സ്റ്റിച്ച് ഇത് വെച്ചേക്കുന്ന ഫ്രണ്ട് പാർട്ടുമായിട്ട് യോജിപ്പിക്കാനായിട്ട്. ഇതുപോലെ അടിച്ചതിന് ശേഷം നമുക്കത് മറിച്ചെടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് നമുക്കൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു പ്രസവ അകലത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എടുത്ത് വെച്ചിട്ട് ഈ ഫ്രണ്ട് പാർട്ടിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ കൈക്കുഴിയുടെ അവിടെ നിന്നും താഴേക്ക് ഇതുപോലെ ലെവലായിട്ട് വെച്ച് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം. ഇതുപോലെ നമുക്ക് മറു സൈഡും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് ലെവലാക്കി വെച്ച് കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യം നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചേക്കുന്ന ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മളിപ്പോൾ രണ്ടാമത് തയ്ച്ച ഫ്രണ്ട് പാർട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൈക്കുഴി തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പടിയിലേക്ക് വെച്ചതിന് ശേഷം പടിയിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് സെൻറ്റർ ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഞൊറിവിട്ട് കൊടുക്കണം. സ്ലീവിൽ ഞൊറിവിട്ട് കൊടുക്കണം. പടിയിലല്ല ഞൊറിവിടേണ്ടത്, സ്ലീവിലാണ് ഞൊറിവിട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ സ്ലീവിൽ ഞൊറിവിട്ട് കൊടുക്കുക. സെൻറ്റർ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. രണ്ട് സ്ലീവും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ പടി ഒന്ന് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒന്നുകൂടെ മടക്കി വീതിക്ക് മടക്കി ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും നമുക്കിതുപോലെ സെയിം മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്ലീവിനെയും ബോഡി പാർട്ടിനെയും കൂടിയാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. ഇതുപോലെ ബോഡി പാർട്ട് എടുത്ത് വെച്ചിട്ട് സെൻറ്റർ ഭാഗം ഇതുപോലെ എടുത്ത് വെക്കുക. ഷോൾഡർ വരുന്ന ഭാഗം ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്ററും ഇതുപോലെ വെച്ചതിന് ശേഷം 3-4 ഞൊറ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഞൊറ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോക്കുക സ്ലീവിൻ്റെ എൻഡും കൈക്കുഴിയുടെ എൻഡും കൂടെ ഒരുപോലെ തന്നെയാണോ വരുന്നതെന്ന് നോക്കിയതിന് ശേഷം ബാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. തിരിച്ച് പിടിച്ച് വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തെത്തുമ്പോൾ അവിടെ ഞൊറുവിട്ട് കൊടുക്കണം. 2 സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഡ്രസ്സിൽ നമ്മളൊരു പടി കണക്ക് ഒരു ബെൽറ്റ് കണക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിലേക്ക് കെട്ടാൻ പാകത്തിന് ഒരു ബെൽറ്റ് കണക്ക്. ആ 2 ബെൽറ്റും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ബെൽറ്റും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ബെൽറ്റും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിനെ മറിച്ചെടുക്കാം. ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്കിത് ഫുള്ള് മറിച്ചെടുക്കാം. ആ വരുന്ന ഭാഗത്ത് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ഇതുപോലെ വലിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ മറിച്ചെടുത്തതിന് ശേഷം ഭാഗം നമുക്കൊന്ന് കുർമിച്ച് കൊടുക്കാം. അതിന് രണ്ടും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അതിൻ്റെ ഇതുപോലെ പിടിക്കുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് അവസാനം വരുമ്പോഴാണ് നമ്മൾ ഈ ബെൽറ്റ് വെച്ച് കൊടുക്കുന്നത്. താഴ്ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബെൽറ്റ് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ കൊണ്ടുവന്ന് സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് കൊണ്ടുപോകാം. ഇതുപോലെ സ്ലീവിൻ്റെ അറ്റത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് കൈക്കുഴിയുടെ അവിടെയും വന്നിട്ട് എല്ലാ മെറ്റീരിയലും ചേർത്ത് പിടിക്കണം. ഫ്രണ്ടിൽ 2 പോർഷനുണ്ട്, ബാക്കിൽ ഒരു പോർഷനുണ്ട്. അതിൻ്റെ 2ൻ്റെ ലൈനിങ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് താഴ്ഭാഗത്തെത്തുമ്പോഴാണ് നമ്മൾ ബെൽറ്റ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മൾ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ പിടിച്ചിട്ട് മാറ്റി കൊടുത്തിട്ട് അവിടെ സെൻറ്ററിൽ ബെൽറ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ ബെൽറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ ബാക്ക് പാർട്ട് മാത്രം അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ബെൽറ്റ് വെക്കുക. ഇതുപോലെ ബെൽറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ 2 പീസും അത് ലൈനിങ്ങും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക. എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് പോരുക. മറു സൈഡ് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഡ്രസ്സ് തിരിച്ച് നേരെ തന്നെ ഇട്ട് കൊടുക്കാം. നേരെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെയാണ് നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ഞാൻ ഇവിടെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഡ്രസ്സ് ഇതുപോലെ വരും. ഈ ഒരു പാർട്ട് ഓപ്പൺ ആയിട്ടും ഉള്ളിലത്തെ ഭാഗം ഓപ്പൺ അല്ലാതെയാണ് കിടക്കുന്നത്. ഈ ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഇതിൻ്റെ തുമ്പിലാണ് നമ്മൾ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ബെൽറ്റ് ഇങ്ങനെ വെച്ചിട്ട് ബെൽറ്റിനെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെക്കുക. ബെൽറ്റിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഡ്രസ്സിൻ്റെ തുമ്പും ഇതുപോലെ ആ ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ ബെൽറ്റിൻ്റെ തുമ്പ് ഭാഗം ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഡ്രസ്സും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ എടുത്തു വയ്ക്കുക. ഡ്രസ്സിൻ്റെ അറ്റവും ഇതുപോലെ ഉള്ളിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം നമുക്കിവിടെ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണുള്ളത്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം 2 സ്റ്റിച്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ടോപ്പിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോളർ കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നമുക്ക് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. സ്കർട്ട് നോർമൽ സ്കർട്ടാണ്. ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ബെൽറ്റ് ഇതുപോലെ ബാക്കിലേക്ക് വെച്ച് നമ്മൾ കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റിന് ലെവലായിട്ടിരിക്കും. നമുക്കിതിന് ബീഡ്സ് പിടിപ്പിക്കാനുണ്ട്. ബീഡ്സ് പിടിപ്പിക്കുന്ന വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും ബീഡ്സ് പഞ്ച് ചെയ്യുന്നതിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഇവിടെ കാണിക്കുന്നില്ല.
നമുക്കിനി കോളറാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ താഴേക്ക് വെച്ച് അത് എത്രയാണോ അളവ് നമുക്ക് അളന്നെടുക്കാം. ആ ഫ്രണ്ടിൽ വരുന്ന പാർട്സ് വരെ ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ഒരു ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ അറ്റം വരെയാണ് നമ്മൾ പിടിക്കുന്നത്. കറക്റ്റ് അളവിൽ അവിടം വരെയാണ് നമുക്ക് കോളർ വരുന്നത്. അത് ഇതുപോലെ നമ്മൾ കറക്റ്റിന് വെച്ച് കൊടുത്ത് എത്രയാണോ ഉള്ളത് അത് നമുക്ക് അളന്നെടുക്കാം. ഇത് ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് കോളർ കട്ട് ചെയ്യാം. നമുക്ക് നെക്ക് എത്രയാണോ അളന്ന് കിട്ടിയത് അതിൻ്റെ പകുതി എടുക്കുക. രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ കോളർ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് അതിനെക്കാട്ടിയും ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് നമ്മൾ വിഡ്ത്ത് 4 ഇഞ്ചും എടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിട്ട് ആ സൈഡ് ഒരു ഇഞ്ച് ചരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അന്നേരം അതിനുശേഷം തയ്യൽ തുമ്പും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് അളവിന് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്കിനി കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കോളർ രണ്ടും ഇതുപോലെ വെച്ചതിന് ശേഷം അടിച്ച് മറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഒന്ന് അടിച്ച് മറിച്ചെടുക്കാം. ഇതുപോലെ ഒരറ്റത്ത് നിന്നും ആ കോണായിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്ന് വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത കോൺ വരുന്ന ഭാഗത്ത് നിർത്തി അവിടെ നിന്ന് വീണ്ടും ചരിച്ചതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കണം. അതിനുശേഷം അതിനെ തിരിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ മറിച്ചെടുക്കുക. മറിച്ചെടുത്ത് കോണിൽ ഇതുപോലെ കറക്റ്റ് ഈ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ച് ഇതുപോലെ കറക്റ്റിൽ ആക്കിയെടുക്കുക. അതിന് ശേഷം നമുക്കിനി കോളർ സ്റ്റിച്ച് ചെയ്യാം. ആദ്യം കോളർ മടക്കി അതിൻ്റെ സെൻറ്റർ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ കോളർ മടക്കി വെച്ച് സെൻറ്റർ ഒരു ചോക്ക് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് നെക്കും ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മളിതുപോലെ കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഉൾഭാഗമാണ്. ടോപ്പിൻ്റെ ഉൾഭാഗം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കോളറിൻ്റെ ഒരു സൈഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. താഴേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇതുപോലെ എവിടെ വന്നാണോ നിൽക്കുന്നത് അവിടം വരെ സ്റ്റിച്ച് ചെയ്യുക. മറിച്ച് വീണ്ടും തിരിച്ചിട്ട് മറു സൈഡും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി കോളറിൻ്റെ ഒരു സൈഡ് കൂടി ഉള്ളിലേക്ക് യോജിപ്പിക്കാനുണ്ട്. ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കോളർ ഫ്രണ്ടിലേക്ക് വരും. ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുത്തിയതിന് ശേഷം ഇതുപോലെ കോളർ മടക്കി വെച്ചിട്ട് ഇതുപോലെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്. ഇനി നമുക്ക് സ്കർട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. സ്കർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ആ പടി അയക്കി എടുത്തേക്കുന്ന പീസിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഇലാസ്റ്റിക് വെക്കാനുള്ള പാർട്ടാണത്. നമ്മളത് രണ്ട് സൈഡ് ഇതുപോലെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ചെറുതായിട്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചുറ്റിനും നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ലൈനിങ് പീസ് എടുത്ത് ലൈനിങ് പീസ് 2 മെറ്റീരിയലായിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുപോലെ രണ്ടായിട്ടാണ്. ആ 2 മെറ്റീരിയലും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നെറ്റിനെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 4 നെറ്റാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ 2 വീതമാണ് യോജിപ്പിക്കാനുള്ളത്. ഇതുപോലെ 2 പീസ് എടുത്ത് വെച്ച് നമുക്ക് ഇതുപോലെ 2 സൈഡും യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ആ യോജിപ്പിച്ച് വെച്ചേക്കുന്ന 2 നെറ്റും കൂടെ ഒരുമിച്ച് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് 2 ലെയറായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നെറ്റ് ബെൽറ്റുമായിട്ട് യോജിപ്പിക്കണം. ഈ നെറ്റിനെ ബെൽറ്റുമായിട്ട് യോജിപ്പിക്കുന്നത് ഞൊറിവിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ബെൽറ്റ് ഇതുപോലെ വെച്ചിട്ട് നെറ്റിന് ഞൊറിവിട്ട് കൊടുക്കും. നെറ്റിലാണ് നമ്മൾ ഞൊറിവിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ
ഫുള്ള് ഞൊറിവിട്ടെടുക്കാം. നെറ്റ് ചുറ്റിനും ഞൊറിവിട്ടെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ലൈനിങ് പീസും ഇതുപോലെ തന്നെ ഞൊറിവിട്ടെടുക്കണം. അതിനുശേഷം ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കാം. നമുക്ക് നെറ്റിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കുന്നില്ല. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു പാൻറ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.